ഹലോ ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കസ്റ്റമൈസ്ഡ് കലണ്ടറിൻ്റെ എഡിറ്റിംഗ് സെക്ഷനാണ്. ഇതിന് വേണ്ടിയിട്ട് ക്യാൻവ ആപ്പാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. A4 ഡോക്യുമെൻറ്റിലാണ് നമ്മൾ ഓരോ ഷീറ്റും സെറ്റാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു A4 ഡോക്യുമെൻറ്റ് സ്ക്രീനിൽ കൊണ്ടുവരാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിലേക്ക് നമ്മളൊരു കലണ്ടർ ടെംപ്ലേറ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതൊന്നെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ക്യാൻവയിൽ തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അത് കലണ്ടർ 2025 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് ഷീറ്റ്സ് അവൈലബിൾ ആണ്. അതിൽ ഒരു സിംഗിൾ ഷീറ്റിൽ തന്നെ 12 മന്ത്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതുണ്ട്, 2 മന്ത്സ് സിംഗിൾ ഷീറ്റിൽ വരുന്നതുണ്ട്, 3 മന്ത്സ് വരുന്നതുണ്ട്, പിന്നെ സിംഗിൾ മന്ത്സ് ആയിട്ട് അങ്ങനെ സിംഗിൾ ഷീറ്റിൽ വരുന്നതുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വേണ്ടൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 12 മാസമുള്ളത് ഓരോ ഷീറ്റിലാണെന്നുണ്ടെങ്കിൽ 12 കോപ്പി നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി 6 ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 6 കാണാൻ പറ്റും. അതിന് മുകളിൽ കാണുന്ന അപ്ലൈ ആൾ 6 പേജസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 6 പേജും നമ്മുടെ സ്ക്രീനിൽ വരുന്നതായിരിക്കും. അതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിങ്ങനെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേജ് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ആ ഒരു സ്കില്ലും ഐക്യമൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ പേഴ്സണൽ ഫോട്ടോസൊന്നും എടുത്തില്ല. ടോം ആൻഡ് ജെറിയുടെ കുറച്ച് പിക്സ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു കാർട്ടൂൺ ബേസിലാണ് ഈ കലണ്ടർ ഞാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ വലുതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വലുതാക്കി ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ബ്ലറാക്കിയിട്ട് അതിൻ്റെ ട്രാൻസ്പെറൻസി ഒന്ന് ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റൈറ്റിങ്സ് എടുത്ത് കാണിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫോട്ടോ ബ്ലർ ചെയ്ത് കണ്ട് അങ്ങനെ കാണിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ എഡിറ്റിംഗ് സ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് ടോപ്പിൽ ചെറുതായിട്ട് ആ ഒരു ഫോട്ടോ കൊടുത്തിട്ട് താഴെ അതിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളും അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ഷീറ്റിലും ഓരോ ഫോട്ടോസ് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ഓരോ പേജിലേക്കും വേണ്ട പിക്സൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ബാക്കിയുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തതിന് ശേഷം ഈ പേജസൊക്കെ ഡൗൺലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ കേസ് ഒരു മിനി കലണ്ടറോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നോർമൽ ടേബിൾ കലണ്ടറൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സൈസിലേക്ക് ഇതെങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതെല്ലാം ഒരു സിംഗിൾ ഷീറ്റിലാക്കി എങ്ങനെ ആ ഒരു എഡിറ്റിങ്ങും നമ്മൾ ഈ ഒരു സെയിം ആപ്പിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ A3 ഡോക്യുമെൻ്റാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് A4 ഡോക്യുമെൻ്റ് ആയിരുന്നു. അതുപോലെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ A3 ഡോക്യുമെൻ്റാണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു A3 ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് 42x29 ആണ് സൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് റോ സെക്ഷനിൽ 4 ഫോട്ടോസും അതുപോലെ കോളം ബേസിൽ നമുക്ക് 2 ഫോട്ടോസും അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ കലണ്ടറിൻ്റെ ഒരു ഫ്രണ്ട് പേജ് ഒരു ലാസ്റ്റ് പേജ് ബ്ലാങ്ക് ആക്കിയിട്ട് അങ്ങനെ ടോട്ടലായിട്ട് നമുക്കൊരു 8 പേജസ് ഒരു A3 സൈസ് ഷീറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോ പേജസും സെറ്റാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിലെ ഫസ്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ തന്നെ ഒരു ഫ്രെയിം ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ എലമെൻറ്റ്സിൽ ഒരുപാട് ഫ്രെയിംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അത് നമ്മുടെ ഇഷ്ടത്തിന് ഏതാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ എടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പേജിൽ നമുക്ക് വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പിക്ക്, നമ്മുടെ പേഴ്സണൽ പിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പിക്ക് ഏതാണോ അത് വെക്കുക. അതുപോലെ ഇങ്ങനെ വല്ല തീമും ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആപ്റ്റായിട്ടുള്ളൊരു പിക്ക് സെലക്ട് ചെയ്യുക. അത് നമ്മുടെ ആ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പിക്ക് നമുക്ക് അവിടെ വന്നതായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാനൊരു 2025 എന്നുള്ളത് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഇതിലെ എലമെൻറ്റ്സിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യേണ്ടവർക്ക് എലമെൻറ്റ്സിൽ നിന്ന് 2025 എന്ന് സെലക്ട് ചെയ്യുക. ഇനി അതല്ല ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് 2025 എന്ന് ഉണ്ടാക്കിയാലും പ്രശ്നമല്ല. നല്ല ക്ലിയറിൽ തന്നെ കിട്ടുന്ന ഒരുപാട് ഫ്രീ എലമെൻറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. അത് ഞാനിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മുടെ ഫസ്റ്റ് പേജിൻ്റെ പണിയുള്ളൂ. ഇനി ലാസ്റ്റ് പേജ് നമ്മളവിടെ ബ്ലാങ്ക് ആയിട്ട് ഇടുകയാണ്. അത് നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ലാസ്റ്റ് ഒരു പേജായിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും കലണ്ടറിൻ്റെ വർക്കുള്ളൂ. ഇതാണ് എഡിറ്റിംഗ് വർക്ക് വരുന്നത്. ഇനി ഇതൊരു പ്രിൻറ്റ് ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു ലേസർ പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ലേസർ പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഫോം ബോർഡിലോ അല്ലെങ്കിൽ അത്യാവശ്യം GSM വരുന്ന ഏതെങ്കിലും ഒരു പേപ്പറിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്കൊരു കലണ്ടർ സെറ്റ് ചെയ്യാം. ഇത് സ്പൈറൽ ബൈൻഡ് ആണ് ചെയ്യുന്നത് നല്ലത്. ഇനി സ്പൈറൽ ബൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന സ്ക്രാപ്പ് ബുക്കിനൊക്കെ വെക്കുന്ന റിങ് ഉണ്ടല്ലോ, റിങ് ആൽബത്തിലൊക്കെ യൂസ് ചെയ്യുന്ന റിങ്സ്, അത് യൂസ് ചെയ്തിട്ടും ഒരു പേപ്പർ ഹോൾഡർ വെച്ചിട്ട്
ഒരു ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് സെറ്റ് ആവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഐഡിയ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് സംതിങ് വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.